ഉപദേശിക്കാനുള്ള അർഹത. ഒരിക്കൽ ഒരമ്മ തൻ്റെ മകനെയും കൊണ്ട് ശ്രീരാമകൃഷ്ണ പരമഹംസരെ സന്ദർശിക്കാനെത്തി. തൻ്റെ മകൻ ഒരു നിയന്ത്രണവുമില്ലാതെ ധാരാളം മധുരം കഴിക്കുന്നുവെന്നും അവനെ എങ്ങനെയെങ്കിലും ഉപദേശിച്ച് നന്നാക്കണമെന്നുമായിരുന്നു ആവശ്യം. അദ്ദേഹം അവരുടെ വരവിൻ്റെ ഉദ്ദേശ്യം ശ്രദ്ധാപൂർവം കേട്ടതിനു ശേഷം ഒരാഴ്ച കഴിഞ്ഞ് വീണ്ടും വരാൻ ഉപദേശിച്ച് അവരെ പറഞ്ഞയച്ചു. ഒരാഴ്ച കഴിഞ്ഞ് അവർ വീണ്ടും വന്നപ്പോൾ അദ്ദേഹം ആ കുട്ടിയെ അടുത്ത് വിളിച്ച് ഉപദേശിച്ചു. ഏറെ മധുരം തിന്നാൽ നിന്റെ വയറ് കേടാകും, അത് ആരോഗ്യത്തിന് ഹാനികരമാകും. അതുകൊണ്ട് ഈ ദുശീലം നീ നിർത്തണം. അദ്ദേഹത്തിൻ്റെ ഉപദേശപ്രകാരം അവൻ ആ ദുശീലം നിർത്തി. എന്നാൽ ഒരാഴ്ച കഴിഞ്ഞ് കുട്ടിയുടെ അമ്മ ശ്രീരാമകൃഷ്ണ പരമഹംസരെ സമീപിച്ച് ചോദിച്ചു, ഗുരുജി, ഇങ്ങനെ ഉപദേശിക്കാനായിരുന്നെങ്കിൽ ഞങ്ങൾ ആദ്യം വന്നപ്പോൾ തന്നെ അത് ചെയ്തിരുന്നാൽ മതിയായിരുന്നില്ലേ? എങ്കിൽ അവൻ അന്നു മുതൽ തന്നെ ഈ ദുശീലം മാറ്റുമായിരുന്നല്ലോ. ഈ ചോദ്യത്തിന് അദ്ദേഹം ഇങ്ങനെ മറുപടി പറഞ്ഞു, നിങ്ങൾ ആദ്യം വന്നപ്പോൾ എനിക്കും മധുരം ഏറെ തിന്നുന്ന ദുശീലമുണ്ടായിരുന്നു. അതുള്ളിടത്തോളം കാലം എനിക്ക് അവനെ ഉപദേശിക്കാൻ യാതൊരു അർഹതയുമില്ല എന്ന് ഞാൻ വിശ്വസിച്ചിരുന്നു. ഒരാഴ്ച കൊണ്ട് ഞാൻ എൻ്റെ ദുശീലത്തെ നിയന്ത്രിച്ചു. അപ്പോൾ മാത്രമാണ് അവനെ ഉപദേശിക്കാനുള്ള അർഹത എനിക്ക് കൈവന്നത്. ഉപദേശിക്കാൻ എത്രയോ പേരുണ്ടാകും. അത് ആർക്കു വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും നൽകാം. പക്ഷേ അതിലുള്ള ആത്മാർത്ഥതയാണ് പ്രധാനം. മറ്റുള്ളവരുടെ കുറ്റങ്ങൾ കണ്ടുപിടിക്കാൻ എടുക്കുന്ന സമയം കൊണ്ട് നമ്മുടെ 100 തെറ്റുകളെങ്കിലും തിരുത്താൻ നമുക്ക് സാധിച്ചേക്കാം. നമ്മുടെ തെറ്റുകൾ തിരുത്തുന്നതിൽ നാം മുഴുവനായി വിജയിച്ചാൽ മാത്രമേ മറ്റുള്ളവരുടെ തെറ്റുകൾ തിരുത്താൻ നമുക്ക് അർഹതയുള്ളൂ.